നമ്മൾ കുറച്ച് കാശ് എവിടുന്നെങ്കിലുമൊക്കെ ഓരോ മാസവും റോള് ചെയ്ത് വരുത്തുക എന്നുള്ളതല്ല ഒരു ബിസിനസ്സുകാരൻ്റെ ലക്ഷ്യം. നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്, അതാണ് അൺബ്രേക്കബിൾ വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ളത്. എന്താ ഇത്? അൺബ്രേക്കബിൾ വെൽത്ത്. അൺബ്രേക്കബിൾ വെൽത്ത്, തകർക്കാൻ പറ്റാത്ത സമ്പാദ്യം. എത്ര പേർക്കുണ്ട് ഇവിടെ? എന്ത് സംഭവിച്ചാലും അടുത്തൊരു 3 വർഷത്തേക്ക് ഇന്നത്തെ ജീവിത നിലവാരത്തിൽ നിന്ന് ഒരു പടി പോലും താഴോട്ട് ഇറങ്ങേണ്ടാത്ത ആളുകൾ ആരൊക്കെയുണ്ട് ഇവിടെ? നിങ്ങൾക്ക് ഇന്നോട്ട് 1 രൂപ ഇൻകം ഇല്ല. കൈവക്ക്, ധൈര്യത്തെ വെക്ക്. 1 2 3 4 5 6 എന്തുണ്ടാക്കുമായിരുന്നു ഇത്രയും നാൾ? 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്നും പറഞ്ഞിരിക്കുവാണോ? നല്ല കാര്യമായി. അങ്ങനെയുള്ള ചിന്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റി വെച്ചേരെ കേട്ടോ, ഇൻ്റഗ്രേറ്ററെ. ഈ കാശുണ്ടാക്കുന്നു ചെലവാക്കുന്നു ആരൊക്കെയുണ്ട്? സത്യസന്ധമായിട്ട് പറഞ്ഞു. നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന എൻ്റെ പഴയ വിശ്വാസത്തിൻ്റെ കാര്യം പറയാം, എന്നും ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റും എന്ന്. അത് പറ്റാതെ വരുന്നൊരു ദിവസമുണ്ട്, അന്ന് ഈ കൂടുള്ള ആരും കാണത്തില്ല. ഇന്ന് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർ തന്നെ തിരിഞ്ഞു നിന്ന് ചോദിക്കും, അവൻ്റെ അഹങ്കാരം അത് നിങ്ങളുടെ വാപ്പയ്ക്ക് കൊടുത്തോ? വാപ്പ നാളെ തിരിച്ചു പറയും, അല്ലല്ലോ അവൻ ഇത്തിരി അഹങ്കാരിയായിരുന്നു. വാപ്പ ഞാൻ എത്ര ലക്ഷം തന്നെന്ന് വല്ല ഓർമ്മയുണ്ടോ? തന്നോ? എപ്പോ? വാപ്പയ്ക്ക് കൊടുത്തതുകൊണ്ട് നമ്മുടെ ഈ കണക്കില്ല. വാപ്പയെന്ന് പറയുമ്പോൾ അച്ഛൻ തെറ്റിദ്ധരിക്കത്തില്ലല്ലോ, അച്ഛൻ ചിലപ്പം കാണുന്നുണ്ടാവും. ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞേ. ബ്രോക്കായി വീട്ടിൽ കടക്കാർ വരുന്നു, ബാങ്കുകാർ വരുന്നു, സ്വർണത്തിൻ്റെ ലേല നോട്ടീസ് വരുന്നു. അപ്പോഴത്തേക്കിന് ആശാൻ കയറി അങ്ങ് ഫോം ആവുക. ആരാ? ചാച്ചൻ, അച്ഛൻ. ഇവൻ നശിപ്പിക്കാനായിട്ടുണ്ടായവൻ. അതിൽ പകുതി കൂടുതൽ കടം പുള്ളിയും ഞാനിവിടെ ചേർത്ത് വരുത്തി വെച്ചതാ. പുള്ളിയായിരുന്നു ആദ്യമായിട്ട് ആ സ്വർണം കൊണ്ട് പണയം വെച്ചേ. പുള്ളി അങ്ങ് മറന്നുപോയി. എൻ്റെ നാശത്തിന് ആ ബാങ്ക് മാനേജർ പറഞ്ഞു, സാറിൻ്റെ പേരിലോട്ട് ഇളക്കി വെക്കണം, കാരണം അച്ഛൻ്റെ ഏജായി, 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ പേര് വെക്കാൻ പറ്റും. ആയിക്കോട്ടെ. പിന്നെന്തുവായി? അത് മൊത്തം എൻ്റെ ബാധ്യതയായി. അതിൻ്റെ പലിശ അടയ്ക്കേണ്ട ഞാൻ ആശ്രയിക്കുക എൻ്റെ ഉത്തരവാദിത്വമായി. നമ്മൾ അടയ്ക്കുമോ? അവസാനം അത് ഉജ്ജ്വലമായപ്പോൾ അത് ആരുടെ പേരിലായി? നമ്മൾ മുടിയനായ പുത്രനായി. അതുകൊണ്ട് സ്വന്തം അച്ഛന് കൊടുക്കുന്നുണ്ടെങ്കിലും അളന്നേ കൊടുക്കാവൂ. അച്ഛൻ 10,000 ചോദിച്ചാൽ ആവശ്യം ഉണ്ടെങ്കിലേ 10,000 കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ 5 കൊടുക്കാവൂ. ആവശ്യത്തിൽ കൂടുതൽ പൈസ കൊടുത്താൽ അത് മക്കൾക്കായാലും അച്ഛനായാലും ശരി, അവർ കൂടുതൽ ആവശ്യങ്ങൾ കണ്ടെത്തും. ശരിയാണോ? ഇതുണ്ടാക്കുന്നവനെ അതിൻ്റെ പാടറിയത്തുള്ളൂ. ആ ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളെടുത്തങ്ങ് വീശും. സോ എന്നും ഇങ്ങനെ അങ്ങ് കാശുണ്ടാക്കാൻ പറ്റും എന്നുള്ള തെറ്റിദ്ധാരണ ഇന്ന് ഈ നിമിഷം നിർത്തിയേക്കുക. ആരൊക്കെ ഇപ്പം മരിക്കാൻ തയ്യാറാണ്? സന്തോഷത്തോടുകൂടി മരിക്കാൻ ആരൊക്കെ തയ്യാറാണ്? നിങ്ങളിപ്പോൾ ഇല്ലാണ്ടായാൽ നിങ്ങളുടെ ബാധ്യത നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ തലയിലേക്ക് എടുത്ത് വെക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുള്ളവരൊന്ന് കൈവക്കിക്ക്. എത്ര പേരുണ്ട്? 10%. എടവേ, എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിടണ്ട. നിന്റെ ബാധ്യത എടുത്തവൻ്റെ തലയിൽ വെച്ച് കൊടുക്കാതിരുന്നാൽ മതി. നീ കൂടുതലൊന്നും അവന് വേണ്ടിയിട്ടും അവൾക്ക് വേണ്ടിയിട്ടും ഉണ്ടാക്കണ്ട. നിന്റെ കടം എടുത്ത് അവൻ്റെ പെടലിക്ക് വെക്കാതിരുന്നാൽ മതി. ബാക്കി അവരെങ്ങനെങ്കിലും ജീവിച്ചോളും, കടമില്ലെങ്കിൽ. അത്രയൊരു ഉപകാരം ചെയ്യാവോ? അത്രയെങ്കിലും അത്രയും ചെയ്താൽ മതി. നിങ്ങളുടെ ഫാമിലി ഹാപ്പി ആയിരിക്കും. ഒന്നും വേണ്ട അവർക്കൊന്നും വേണ്ട. നിങ്ങളൊന്നും ഉണ്ടാക്കണ്ട, അവരുണ്ടാക്കിക്കോളും. ദയവ് ചെയ്ത് ഇങ്ങനെ സഹായിക്കരുത്. പല മക്കളും ഗതികെട്ട മിണ്ടാതിരിക്കുന്നേ. നിങ്ങളുടെ പിള്ളേർക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാകുമായിരുന്നെങ്കിൽ
എപ്പോഴും ഒറ്റടി തന്നെ മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്നോണം, ഇനി പുറത്തിറങ്ങിയേക്കരുത് എന്ന് പറഞ്ഞു തന്നെ. ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരറിഞ്ഞ സത്യമല്ലേ? ആരോടെങ്കിലും യാഥാർത്ഥ്യം ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ നിഷാദേ?